ഗൈസ് അങ്ങനെ നമ്മൾ അനിയനെയും കൊണ്ട് സ്കേറ്റ് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സ്കേറ്റ് ബോർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്താണ് ഉള്ളത്. ഫസ്റ്റത്തെ സ്കേറ്റ് പാർക്ക് എക്സ്പീരിയൻസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇതിനെന്തെന്ന സംഭവം എന്നറിയോ? ഈ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സംഭവത്തിന് പറയാന്നറിയോ? സ്കേറ്റ് പാർക്കാ, ലൂപ്പാ. അപ്പൊ നീ സ്കേറ്റിംഗ് ബോർഡിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല? ബിഗിനറ, നമ്മളൊക്കെ യൂട്യൂബിൽ നോക്കിയല്ലടാ. ഇതിനെന്താ പറയാ ശരിക്കും? ഇതിന്റെ പേരാണ് സ്കേറ്റ് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ എന്ന് പറയുമ്പോൾ മൊത്തം ക്ലോസ്ഡ് ആണ്. റാമ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് അതിന്റെ ഉള്ളിൽ ഒരു കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിലും നമുക്ക് സ്ട്രീറ്റും ഉണ്ട്, ബൗളുണ്ട്. ബൗളാണെങ്കിൽ അതിന്റെ ഉള്ളിലായിരിക്കും ചെയ്യുന്നത്. സ്ട്രീറ്റ് ആണെങ്കിൽ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ കുറെ റാംസ് ഉണ്ടാവും, കുറെ സ്ഥലങ്ങളുണ്ടാവും. ഇതാണെങ്കിൽ വേറെ കാറ്റഗറിയാണ്. ഇനി ഇതിന്റെ ഉള്ളിലാണ് ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണ ഇതുണ്ടല്ലോ ബ്രോ, ഞങ്ങൾ ആക്ച്വലി റോഡിന്റെ സൈഡിലും ഫുട്പാത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റ് ആ ഒരു ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് സംഭവം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹെൽമെറ്റ് എവിടെയുണ്ട്? നിർബന്ധം ഇവിടെ നമ്മൾ വെറുതെ കുഴപ്പമില്ല, ചെയ്യാം. അല്ലാണ്ട് ചെയ്യാം. നമുക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കുനിഞ്ഞ് നിൽക്കുക. എന്ത് പറഞ്ഞാലും വീഴും. റാമ്പ് നമുക്ക് വെറുതെ ചെയ്യണ പോലെ ഇരിക്കില്ല. നമുക്കൊരു ഇറഗുലാരിറ്റി ഒക്കെ വരും. ഒരു ചെയ്ത് നോക്കിക്കോ. അതിനെക്കാട്ടും മുന്നേ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇതൊരു ബൗള്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു ബൗൾ തന്നെയാണ് കേട്ടോ. ഇവിടെ കമ്പി ഒരു മെറ്റലിന്റെ ഇത് സ്കിഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ഗ്രൈൻഡിങ് എന്ന് പറയാം അല്ലേ? ഇറങ്ങാൻ പറ്റേ ഏട്ടാ, നിന്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് കുറയ്ക്കട്ടെ. എനിക്ക് നല്ല പേടിയുണ്ട്. വീട്ടുകാർ പറഞ്ഞത് ഹെൽമെറ്റും മറ്റതും നീ ഗാർഡും മറ്റതൊക്കെ വെച്ചിട്ട് പോയാൽ തരാം. പക്ഷെ എടുക്കാൻ മറന്നു. എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് നീ എക്സൈറ്റ്മെന്റ് കുറച്ച് സാവധാനം മതി. പിന്നെ ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു ബൗള് കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് റാമ്പ് 2 feet റാമ്പ് അല്ലേ? മനസ്സിലായ? 2 feet റാമ്പ്. അവിടെ നിന്ന് ഡ്രോപ്പിങ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓ ആ ഓക്കെ. ഓ ആ ബാലൻസിങ് ഉണ്ടല്ലോ. എൻ്റെ പൊന്നെ, അതിൻ്റെ മേലേക്കുണ്ട്. ഓ നീ കാട്ടോ അത് 2 feet റാമ്പ്. പിന്നെ ഇതോ ഇപ്പുറത്തെയോ? ഇതോ ഈ വലുത് 6 feet വരുന്ന ഒരു റാമ്പ് ഉണ്ട് കേട്ടാ. അത് 8 feet ഉണ്ട്. അത് 8 feet, 4 feet സംതിങ് ഉള്ളൂ. 4 feet ഉണ്ട്. അപ്പൊ ഇവിടെ BMX പറ്റുമായിരിക്കുമല്ലോ? BMX ചെയ്യുന്നുണ്ട്, ബട്ട് അത്രയും ഇതല്ല. BMXും റോളർ സ്കേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ സത്യത്തില് വേറൊരു പാർക്കാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ സ്ട്രീറ്റ് പോലെ വലിയൊരു ഇതാണ് വേണ്ടത്. ഓ അല്ല, ലൈക്ക് ബൗളിൽ ചെയ്യില്ല ആക്ച്വലി BMX ചെയ്യാൻ പറ്റും. അത്രയും ഞാൻ റോബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റോബിൻ ചെയ്യാറുണ്ട്, ഇവിടെ ചെയ്യാറുണ്ട്. ബട്ട് കൂടുതലും പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇതും അങ്ങനെയൊക്കെ റോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കാത്ലോൺ വീഡിയോയിൽ കേരളത്തിൽ ആ കൂടി ചുരുക്കം ചേരലിൽ 2 പേരാണ്. 2 പേരിൽ ഒരാളാണ് കേട്ടോ റോബിൻ എന്ന് പറയുന്നത്. നൈസായിട്ട് BMXും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ വല്ലതുണ്ടോ ബ്രോ അറ്റത്ത്? കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഇവന്റിന്റെ ഇവിടെ ഒരു കണ്ടിരുന്നു ഞാൻ. എവിടെ? കപ്പ കൾച്ചർ. അങ്ങനെ ഒരു ഇതിന് ഞാൻ എന്തോ എന്റെ കാലിലേക്ക് കിട്ടണ. അപ്പോൾ അനിയൻ പരാക്രമങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അനിയൻ അതിന്റെ മണ്ടയ്ക്കൊന്ന് ചാടാൻ പോടാ. നിനക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ പയ്യെ ഇറങ്ങിക്കോട്ടാ. ഇത് അത്യാവശ്യത്തിന് വാ, എനിക്ക് താഴത്തേക്ക് ഇറക്കി പയ്യെ. ഫെയിലാണെങ്കിൽ തമ്പനിയിൽ അതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഇത്ര വലിയ ഡ്രോപ്പ് മനസ്സിലായി? ആ മുട്ടുമ്മ ബാലൻസ് ചെയ്തിട്ടാണ് നിൽക്കണതല്ല. നൈസ്. ചെയ്ത് നോക്ക്. നീ ഇവിടെ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അനിയൻ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നീ ആ ചേട്ടൻ ചെയ്തു തന്നില്ലേ? അതുപോലെ നീ ആ ഇതിലൊന്ന് കറങ്ങിയിട്ട് നോക്കി നോക്ക് നിന്റെ സ്കില്ല് വെച്ചിട്ട്. ഹെൽമെറ്റ് ആയിട്ടല്ലേ അല്ലേ? വാ, ചെയ്ത് നോക്കി നോക്ക്. ഫസ്റ്റ് ടൈം അല്ലേ സ്കേറ്റ് പാർക്കിന്റെ ഉള്ളിലിട്ട് അവൻ? എങ്ങനെ ലൈൻ ചൂസ് ചെയ്യണ്ടോ? എങ്ങനെയാ? വല്ലാണ്ട് കയറി പോകാണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നേരെ അടിച്ചു വീഴുമ്പോ ആ ഇമ്പാക്ട് മൊത്തം അടി കിട്ടും.
നിനക്ക് സ്കേറ്റിംഗ് ബോർഡുമ്പോൾ ചെറിയ വല്ല മോട്ടറും വെച്ച് തരേണ്ടി വരുന്നതുകൊണ്ട് ഇവൻ ഒരു വട്ടം കാലോണ്ട് തുഴഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുഴയണില്ല. നീ സ്ട്രെയിറ്റ് ചെയ്യടാ. മനസ്സിലായ? ഇവിടെ സ്ട്രെയിറ്റ് പോയിട്ട് നേരെ അതിന്റെ മേലേക്ക് കയറ്റി എന്നിട്ട് നേരെ റിട്ടേൺ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ കുറച്ച് ഒരു സ്ലോപ്പ് കിട്ടണമായിരിക്കും. 2-3 വട്ടം തുഴയ കാലമുണ്ട്. ആ ആ എടാ അത് വേവ് ബോർഡല്ലേ സംഭവം? ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാട്ടാ. നല്ലോണം വേവ് ബോർഡ് ചെയ്യുന്നുണ്ട്. വേവ് ബോർഡിങ് നൈസ്. എടാ അവൻ ശരിക്കും ആ ഫുള്ള് ഇതടിക്കുന്നുണ്ട് അല്ലേ? ഫുള്ള് സാധനം അടിക്കുന്നുണ്ട് അവിടെ. ഇവന് വെള്ളം കുടിച്ച് തായം ഏകദേശം ഇവന്റെ തീരുമാനമാവുന്നതുകൊണ്ട് കേട്ടാ. എടാ ഫുള്ള് നീ വയർത്ത തീരുമാനം. എടാ വയർത്തൊലിച്ച് വെള്ളം കുടിക്ക്. എങ്ങനെയുണ്ട് മോനെ ചെയ്തിട്ട്? പട്ടിപ്പണിയാ. പിന്നെ നീ വെള്ളയപ്പങ്ങ നോക്കി തലയൊക്കെ വേർത്തിട്ട് വെള്ളയപ്പങ്ങടിയില് വെള്ളയപ്പം ഉണ്ടാക്കണോണം ടീം എന്ന് പറഞ്ഞിട്ട് സ്കേറ്റിംഗ് പഠിക്കാന്ന് വിചാരിക്കാം. നല്ലോണം വേർത്തൂടാ. നല്ല ക്ഷീണായില്ലേ? എന്റെ ചെക്കൻ 3/4 മണിക്കൂറായിട്ട് ചെയ്തോണ്ടിരിക്കണേ. ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ട്. തുടച്ചോ നല്ലോണം തുടച്ചോ. നല്ല പണിയുണ്ട് സംഭവം. ആക്ച്വലി ഈ സംഭവം ഈ റാമ്പ് പഠിക്കാൻ ഭയങ്കര പാടാണ്. അതിന്റെ ഉള്ളില് നമ്മൾ അവിടെ ചെയ്യണോണം വെറുതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണത്. ഇവിടെ കൃത്യം ചെയ്തില്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും നല്ല രീതിക്ക്. നമ്മള് വെറുതെ അല്ലേ ചെയ്യണം, നമ്മുടെ സ്ട്രീറ്റിൽ ചെയ്യണോണം. അല്ല നല്ല ബുദ്ധിമുട്ടാ. നീ അതിന്റെ മേലെ നിറക്കണോ നോക്കി. ആ ഹൈറ്റിന്ന് 6 അടിക്ക് മേലെ ഉണ്ടാവും. അതിന്റെ മേലെ നിന്നൊക്കെ ഇറക്കും തോന്നുന്നുണ്ട്. സെറ്റ് അല്ലേ? ഓ ഇതാണ് സാധനം വരണത് അല്ലേ? റോളർ സ്കേറ്റ്സ് അല്ലേ? അഗ്രസീവ് സ്കേറ്റിംഗ് ആള് അലന്നല്ലേ പേര് പറഞ്ഞ? അലൻ ആള് കാട്ടി തരും കേട്ടോ. ആൾക്ക് അപ്പൊ പാക്കോറിന്റെ ഇതുണ്ട്. ആ എല്ലാത്തിനും ഉസ്താദാണ്. എല്ലാം കിട്ടണത്. ഓ ശരിയാ. അതാണ് അതിന്റെ ബേസ് വരണത് അല്ലേ? സോ ആള് ബൗളിൽ ഇറങ്ങിയിട്ട് ചെറിയ സ്കിൽസ് കാട്ടി തരും. സീൻ ഗൈസ് നോക്കിയോട്ടെ കേട്ടാ. നീ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി കേട്ടാ. നീ അതിന്റെ ഉള്ളിൽ ഇറങ്ങാറായിട്ടില്ല. അവന് സീൻ കഴിച്ച് അവന് വയ്യാണ്ടായി തുടങ്ങി. ഫസ്റ്റ് ടൈം ആണെങ്കിൽ സ്കേറ്റ് പാർക്കിൽ വന്ന് ചെയ്യണത്. അപ്പോൾ വിചാരിക്കണ പോലെയല്ല, നല്ല രീതിയിലൊരു വലിയൊരു ബൗളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാട്ടുന്നുണ്ട് അവൻ. അപ്പോൾ പയ്യെ മേലേക്ക് കയറി നിൽക്കേണ്ടത്. ഇത് ചെയ്യണ്ട, നീ ചെയ്ത് നോക്കിയേ. ഹെൽമെറ്റ് വെച്ചിട്ട് ചെയ്തോണേ. പേടിയാ? ആ ഉഡായിപ്പിൻ്റെ ആശാനാണ്. എൻ്റെ പൊന്നി ആള് കുറച്ചധികം അഗ്രസീവ് ആട്ടാ. അയാളാ സൈഡിൽ പോയിട്ട് അവിടെ പോയിട്ടൊരു ചാട്ടം ചാറിട്ടാള്. എൻ്റെ പൊന്നി സീൻ കഴിച്ചാ മതി. റോളർ സ്കേറ്റിംഗ് കേട്ടാ. ഓ അത്ര ഹൈറ്റ് വരുന്നുണ്ടല്ലേ? എൻ്റെ പൊന്നി അത്യാവശ്യത്തിന് ഹൈറ്റ് ഉണ്ടല്ലേ? ആൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകണ്ട. ഡ്രോപ്പിംഗ് എന്നല്ലേ പറയുന്നത് നമ്മൾ സൈക്കിളിൻ്റെ ഇതായതുകൊണ്ട്. ഓ നമുക്കുള്ളിൽ നിന്നൊരു എൻ്റെ പൊളി ബ്രോ. ജമ്പ് സീൻ പൊളിച്ച്. നൈസ് പൊളി. ഇൻസ്റ്റാഗ്രാമിൽ എന്തായിരുന്നു പേര്? ഇൻസ്റ്റാഗ്രാമില് ലോഡ് റൈനസ്. സമാധാനമായിട്ട് പറഞ്ഞോണ്ടാ. ഞാൻ വേണേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടാ. എനിക്ക് ആ ജമ്പ് ഒന്നും ഞാൻ അറ്റത്ത് പോയി നിൽക്കാം. അല്ലെങ്കിൽ ഈ ഇവിടെ അല്ല ജമ്പ് എടുത്തത്. ഒന്ന് കൂളായിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് ഒരു ഷോട്ട് കൊണ്ട് എടുക്കാട്ടാ. അത് കൃത്യമായിട്ട് കിട്ടിയിട്ട് എൻ്റെ കിളി എൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം പൂല അതുപോലെ ബുമ്മൊരു സാധനം കയറി പോയിട്ടാ. ഞാൻ ഇവിടെ നിന്ന് കാട്ടിത്തരാത് ഗൈസ്. ആളതിൻ്റെ ഏറ്റവും മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകണ്ടാ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് വന്നിട്ടൊരു ജമ്പ് ഉണ്ട് കേട്ടാ. അതാണ് ആളിപ്പോൾ ചെയ്യാൻ പോണത്. സെറ്റ് യോ ബഡി. പൊളിച്ച്
നൈസ് മാൻ, അടിപൊളിയല്ലേ ജോന? ഞാൻ അവിടെ ഇടിച്ചപ്പോ പേടിച്ചു പോയി. ഫ്രണ്ടില് ഞങ്ങൾ വന്നു അല്ലേ? ദൈവമേ സീന പൊളിച്ചുവിട്ടത് ബ്രോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം. പഠിക്കാം അതുപോലത്തെ ഒന്നും പഠിക്കരുത് നമുക്ക്. സ്കേറ്റ് ബോർഡ് പോയിട്ട് ഭയങ്കര സെറ്റ് റോ. കാല് പൊട്ടിയുന്നുണ്ട് അവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. സെറ്റ് പെട്ടെന്ന് വന്ന് ചാടിയതാ സീൻ ഗൈസ്. എന്താ ചെയ്യാൻ പോണേന്ന് ഒന്നുകൂടിയും പറഞ്ഞോ? എനിക്കത് ഡൈജസ്റ്റ് ആവണില്ലേ കേട്ടിട്ട്. എന്താ ചെയ്യാൻ പോണേ? ഫ്രണ്ട് ഫ്ലിപ്പ് അടിക്കാൻ പോണേ. ബൗളിന്റെ പുറത്തേക്ക് ഫ്രണ്ട് ഫ്ലിപ്പ് ഗൈസ്. ഞാൻ ഫാബിയോ മെമ്പർ സൈക്കിളിൽ ചെയ്യണത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇതിൽ ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഇപ്പൊ അവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണേ? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ട് ഫ്ലിപ്പ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാ. സോ ഇവിടെയാണ് സ്ഥലം വരുന്നത്. കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരുന്നോ കേട്ടോ. ഫോട്ടോ നല്ല ഫോട്ടോ കിട്ടും. നിനക്കെന്തിനാ പേടി വരുന്നേ? നിന്റെ അഡ്മിറ്റ് എന്തിനാ കൂടെ ആളല്ലേ ചെയ്യണേ? ഇതാൾ അവിടെ നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ കറങ്ങി വന്നിട്ട് ഇവിടുന്ന് ബൂം ഫ്രണ്ട് ഫ്ലിപ്പ്. ബ്രോ റെഡി ആകുമ്പോ മാത്രം. കുറച്ച് കയറിയുന്നു അങ്ങോട്ടുണ്ട്. വേണ്ട പൊളിച്ച് എന്ത് ഇവിടെ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്യണേ. പൊളിച്ചുവിട്ട സാധനം. എന്റെ പൊന്നെ, ഇവിടെന്ന് സാധനം ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്ത് കറങ്ങി അവിടെ നിന്നിട്ടോ. നോക്ക് അടിപൊളി ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ചൂടുകാലാണല്ലോ, ചൂട് ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ടാൻ അടിക്കണമെന്ന് വിചാരിച്ച ജാക്കറ്റ് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഈ സാധനം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബനിയൻ്റെ ഉള്ളിൽ നല്ല കാറ്റ് കഴിച്ച് കൊള്ളാം. ഇലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കളയാനുള്ളത്, പക്ഷെ നല്ല കാറ്റ് കിട്ടും സാധനം. കൊള്ളാം. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുബാബ കുഴിമന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറണത് ആക്ച്വലി. സോ കുബാബയിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്കേറ്റിംഗ് ബോർഡ് കയ്യിൽ പിടിച്ചോ. പിന്നെ ഇതും എടുക്കാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരണത്. കുബാബ കൊള്ളാൻ കഴിച്ച്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. അനിയ സ്കേറ്റിംഗ് ബോർഡും കൊണ്ട് മന്തി കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇടയിലിരിക്കും. മേലെയും ഉണ്ട് കേട്ടോ സീറ്റിങ്. മേലെ കയറാം നമുക്ക്. മജ്ലിസ് അവൈലബിൾ. മജ്ലിസ്. നീ മജ്ലിസിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടോ? കയറ്. മേലെ പോയി ഇരുന്ന് കഴിക്കാം ഗൈസ്. കുബാബ നോക്കട്ടെ, കഴിച്ചിട്ട് കേട്ടോ. ഇതേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലൂപ്പല്ലേ? ലൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലൂപ്പ് രവിവർമ്മപുരം നമ്മുടെ പനമ്പള്ളി നഗറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അനിയന് സാധനം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ സ്കേറ്റ് പാർക്ക് വേറെ ഒരിടത്തിലും ഇല്ലല്ലോ? വേറെ ഒരിടത്തിലും ഇല്ല കേട്ടോ. വേറെ ഒരിടത്തിലും ഇല്ല. ഏതാ ഇത്രയും പ്രോപ്പറായിട്ട് വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഉണ്ട്, അത് കോഴിക്കോട് എവിടെ അങ്ങനെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായി. ഫ്ലൈയിങ് സ്കേറ്റ് ബോർഡ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത്രയും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ലൂപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. ലൂപ്പ് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല. അടിപൊളിയായിട്ട് തോന്നി. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡായി വന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറയണതാണ് കേട്ടോ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ആംബിയൻസ് ഒക്കെ നോക്കി അടിപൊളിയായിട്ടല്ലേ? നൈസ് സംഭവം. ഞാൻ ഐഫോണാണ് ഷൂട്ട് ചെയ്യണത്. രാത്രി ഇതെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് സ്ക്രീനിലേ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബൈക്കും അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് അവിടെ 100 ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കിളും ചവിട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കുറച്ചുകൂടി സുഖമാണ്. സൈക്കിള് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്. ഇപ്പം നമ്മൾ 100ലാണ് വന്നിരിക്കുന്നത്, മോട്ടോർ സൈക്കിളിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് പേരെന്തായിരുന്നു പറയാം നിങ്ങൾക്ക്? അൽഫലൂഫിയ അങ്ങനെ എന്താ പറഞ്ഞിട്ടാണ്. ചിക്കൻ അതൊന്നും നോക്കിയോ കേട്ടോ. ചീസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? അൽഫസു. ഓക്കെ. ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ചീസും ചിക്കനും ഉണ്ട്. അതിന്റെ മേലെ ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കിട്ടണില്ല. എന്താ അറിയണവര് താഴെ ഒന്ന് കമന്റ് ചെയ്യാ. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലല്ലോ, കാലത്ത് കഴിച്ചിട്ട് സ്കേറ്റിംഗ് ബോർഡിൽ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ സമയം എത്ര മണിയായിടാ? ഇപ്പൊ സമയം ഏകദേശം 7:10 ആയിട്ടാ. കാലത്ത് കഴിച്ചു നീ?
വെള്ളയപ്പ് വിസ്റ്റും കാലത്ത് വെള്ളയപ്പ് വിസ്റ്റും കഴിച്ചിട്ട് അതിന് ശേഷം കഴിക്കണതാണ് ഇത് കേട്ടോ. അനിയൻ തട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കൊള്ളാം, ചിക്കൻ കൊള്ളാം. ചിക്കൻ നല്ല ഫ്ലേവർ ഉണ്ട്, ചിക്കൻ നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി റൈസും ഇതൊരു നോക്കിയാൽ നല്ല വിശപ്പുണ്ടല്ലേ. കൈ കൊണ്ടേക്ക് എടുക്കാൻ സ്പൂൺ കൊണ്ട് എടുക്കാനുള്ള സാവകാശം കിട്ടണില്ല. ഞാനും എടുത്ത് കഴിച്ചു നോക്കി നോക്കട്ടെ ഏട്ടാ. റൈസ് എങ്ങനെയുണ്ട്? സൂഫി മന്തിയാണോ നല്ലത്, കുബാബയാണോ നല്ലത്? അപ്പോൾ സാധനം ഫുഡ് കഴിക്കാറേട്ടാ. ഇനി പറഞ്ഞു നിൽക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല കഴിച്ച്, വിശന്ന് ഒരു പരിവായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ ചില്ല് ചെയ്തിട്ട് കാലത്ത് ഇറങ്ങിയതാണ്. വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ 541 രൂപയാണ് കുബാബയിലത്തെ സാധനം. എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? വെർത്താണോ? അടിപൊളി സാധനം. എനിക്ക് സൂഫി മന്തി ആയിരുന്നു മന്തി ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഇതായി കഴിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് കുബാബ. അത് ആക്ച്വലി ചിക്കൻ്റെ മേലെ എന്തോ ഒരു ചീസിന്റെ ഒരു ഇതുണ്ട്. ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ സംഭവം ഇഷ്ടമായി. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വർത്താന സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇനി നേരെ ഞങ്ങളുടെ പരിപാടി നമ്മൾ വീട്ടിൽ പോവാം. തിരിച്ച് വീട്ടിൽ പോവാം. തൃശ്ശൂർക്ക് എത്തണം. എത്ര കിലോമീറ്റർ അറിയോ? 80-85 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ സമയം വണ്ടി നീക്കല്ല 7:44 7:45 കേട്ടോ. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇനി സ്കേറ്റ് പാർക്കിലേക്ക് പോണ മുഖം ക്ഷീണായിട്ട് പിന്നെ എപ്പോഴേലും പോവാന്ന് കേട്ടോ. നല്ല ക്ഷീണമായിട്ടാ. നല്ലോണം ടയറിങ് ആവും. എനർജി ഫുള്ള് ട്രെയിൻ ആവും കേട്ടോ. കാരണം അതുപോലെ എഫേർട്ട് അവിടെ അല്ലേ ഫുള്ള് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. സോ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. അനിയനായിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. സർപ്രൈസ് ട്രിപ്പുകൾ ഗൈസ്. സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.